ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സിംഗിൾ മെഷീനിൽ എങ്ങനെയാണ് ഒരു മോട്ടർ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഒരു കവറിലാക്കിയിട്ട് ബെൽറ്റും അതുപോലെ തന്നെ കുറച്ച് സ്ക്രൂവും അതുപോലുള്ള ഐറ്റംസാണ് അപ്പോൾ ഈ ഒരു കവറിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസുള്ള ഒരു പേപ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നോക്കിയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അറിയാവുന്നവർക്ക് അത് നോക്കിയിട്ട് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് പഠിക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ എളുപ്പമാവുക. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇത് ഫുഡ് പെഡലാണ്. ഇനി ബാക്കി ഒരു കുഞ്ഞു മോട്ടറും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മോട്ടർ, ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള മോട്ടർ. ഇനി നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മുടെ മോട്ടറിലുള്ള ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കാണുന്ന ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമല്ലേ, അതിങ്ങനെ മുകളിലേക്കായിട്ട് നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ആ ഒരു സ്ക്രൂ ഇട്ടിട്ടൊന്ന് ഫിറ്റ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ എന്താണെന്ന് നോക്കാം. അപ്പം അതിനുള്ളിൽ ചെറിയൊരു സ്പ്രിങ്ങും പിന്നെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ കാർബൺ ബ്രഷ് പറയും. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് അഴിച്ച് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി നമുക്ക് ഇട്ടിട്ടാൽ തരിക. രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഇതിലിട്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇത് തേഞ്ഞു പോവും. അപ്പം നമ്മൾ ഇതൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പം മോട്ടർ വർക്കാവുന്നില്ലെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യണം, കാർബൺ തീർന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മെഷീനിൽ ഫിറ്റ് ചെയ്തെടുക്കാം. ഈ സാധനങ്ങളൊക്കെ കൂടെ കണ്ടിട്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വീലിൻ്റെ താഴെ ഒരു ഹോൾ കാണുന്നില്ലേ, ഇവിടെയാണ് നമ്മൾ ഈ ഒരു മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു നീളത്തിലൊരു ഹോൾ കാണാം. അതിലുള്ളിലൂടെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഫിക്സ് ആയതിന് ശേഷം മാത്രം സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ബെൽറ്റ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ ബെൽറ്റ് ഇട്ടിരുന്ന ആ ഒരു ചാലിൽ തന്നെയാണ് നമ്മൾ പുതിയ ബെൽറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. കുഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കണ്ടിട്ടില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ബെൽറ്റ് ചെറുതായതുകൊണ്ട് ഇങ്ങനെ ചിരിച്ച് വെച്ചിട്ട് വേണം ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മൾ ഇതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ മോട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ കൈ വെച്ചൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മളൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് മറ്റേ കൈ ഉപയോഗിച്ചിട്ട് ബെൽറ്റ് ഒന്ന് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ മോട്ടറിനെ ഒന്ന് തള്ളി കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് തിരിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റായി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലഗിൽ കൊടുത്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. വർക്ക് ചെയ്യിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ടൈറ്റായിട്ട് നിന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഫുഡ് പെഡലിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പം നടുവിലായിട്ട് നമ്മൾ മെഷീനിലേക്ക് കൊടുക്കുന്ന പിന്നും പിന്നെ ഒരു സൈഡിലേക്ക് ഫുഡ് പെഡലും ഒരു സൈഡിലേക്ക് നമ്മുടെ പ്ലഗിൽ കൊടുക്കേണ്ട പിന്നുമാണ് വരുന്നത്. അപ്പം നമുക്കിത് പ്ലഗിലൊന്ന് കൊടുത്ത് നോക്കാം. അപ്പം നമ്മൾ പ്ലഗിലേക്കുള്ള പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിലേക്കുള്ള പിന്നു കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നടുവിലായിട്ടാണ് നമ്മുടെ മെഷീനിലേക്കുള്ള പിന്ന് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പം താഴെ വെക്കുന്നില്ല, മുകളിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ നൂല് ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊരാൻ മറന്നുപോയി. അപ്പോൾ അതൊന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാതെ അടിച്ചത് കാരണം തന്നെ നൂലതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി.
നൂലൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം നോക്കിയപ്പം ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം ഇത് ലൂസായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തവണ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ആവാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂസായി പോയത്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ബെൽറ്റ് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ മോട്ടർ ഒന്ന് താഴേക്ക് പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു തവണ തന്നെ വർക്ക് ചെയ്യുമ്പോഴേക്കും അത് ലൂസാവും. അപ്പോൾ പിന്നെ ഒന്നുകൂടെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മോട്ടർ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.